2 ദിവസമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിന്നൊരു മാരുതി എടുത്തു. അപ്പോൾ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എനിക്ക് ബാംഗ്ലൂർ കൊണ്ടിട്ട് അവിടെ ഓടിക്കാൻ വേണ്ടിയിട്ടൊരു വണ്ടി വേണം, ഒരു സെക്കൻഡറി വണ്ടി പോലെ. അവിടെ നമുക്ക് പാർക്കിംഗ് ഒന്നും അവൈലബിൾ അല്ല, നമുക്ക് പാർക്കിംഗ് സ്പേസ് ഒന്നും പുറത്ത്, നമ്മൾ ഫ്ലാറ്റിൻ്റെ പുറത്താണ് എല്ലാവരും വണ്ടി ഇടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ വണ്ടി ഇടണം. അപ്പോൾ നമുക്ക് നമ്മുടെ നല്ല വണ്ടികൾ അവിടെ കൊണ്ടിടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, സ്ക്രാച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇല്ല എന്നല്ല, എന്നാലും നമുക്ക് ഈ വണ്ടി കൊണ്ടിടുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മൾ പുതിയ വണ്ടിയൊന്നും അല്ല കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്നൊരു എന്തെങ്കിലും ഒരു സ്ക്രാച്ച് പറ്റിയെങ്കിലും ചെറിയ വിഷമം ഉണ്ടാവും, എന്നാലും സഹിക്കാൻ പറ്റുന്നൊരു വിഷമം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടിട്ട് യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ അവിടുത്തെ ട്രാഫിക്കിൽ ഒരു ചെറിയ വണ്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറി പോകാനും എല്ലാം ഈസി ആയിരിക്കും. അപ്പോൾ ആ ഒരു ചിന്താഗതിയിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഞാനെടുത്തത് 2008 മോഡൽ വണ്ടിയാണിത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് എനിക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുക, നമ്മുടെ 2500 രൂപ കണ്ടാണ് ഇത് ഫുൾ ടാങ്ക് 23 ലിറ്റർ എന്തോ കയറി. അപ്പോൾ അത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, ഒരു 23 കറക്റ്റ് 23 പറയുകയാണെങ്കിൽ 23.35 ലിറ്റർ അതാണ് ഇപ്പോൾ കറൻ്റ്ലി അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ബാംഗ്ലൂർ പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ മാറിയുണ്ട്. ഞാനിവിടെ വീട്ടിൽ തന്നെ കാഞ്ഞിരപ്പള്ളി തന്നെ കിടന്ന് ഓടിയിട്ടൊരു ഹാഫ് ടാങ്കോളം പെട്രോൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒന്നുകൂടെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ബാക്കി എത്രയാണോ അത് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഫ്യൂവൽ ടു ഫ്യൂവൽ ആദ്യം ഒന്ന് നോക്കും, ഇവിടെ ലോക്കൽ എത്ര കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ ഹൈവേയിൽ കയറിയതിന് ശേഷം ഒരു ഹാഫ് ടാങ്ക് ആകുമ്പോൾ ഒന്നുകൂടെ റീഫിൽ ചെയ്ത് നോക്കും. അപ്പോൾ എത്രയാണ് കറക്റ്റ് നമുക്ക് കിട്ടുന്നത് എന്നൊരു ഐഡിയ കിട്ടും, എത്ര മൈലേജ് ഉണ്ട്. അപ്പോൾ മൈലേജ് ടെസ്റ്റാണ് എൻ്റെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ കാണാം. സോ ഗൈസ്, ദ സെക്കൻഡ് ഡേ. അപ്പം നമ്മൾ ഫസ്റ്റ് മിഷൻ നേരെ പോയിട്ട് പെട്രോൾ അടിക്കുക എന്നുള്ളതാണ്. നേരെ ചെന്ന് അടിക്കുമ്പോൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ടാങ്ക് ടു ടാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ലോക്കൽ ഓടിയപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ടെസ്റ്റാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അടുത്തൊരു പമ്പെണ്ണം അങ്ങോട്ട് കയറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2560 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ഫുൾ ടാങ്ക് എന്ന് പറയുമ്പോൾ നോസിലിനകത്ത് പെട്രോൾ തട്ടുമ്പോൾ കട്ടാവുമല്ലോ, അങ്ങനെ കട്ടായതിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് ടാങ്ക് ടു ടാങ്ക് എത്ര ഉണ്ട്, എത്ര മൈലേജ് ടാങ്ക് ടു ടാങ്ക് കിട്ടിയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞു, ഫസ്റ്റ് മിഷൻ കഴിഞ്ഞപ്പോൾ അപ്പോൾ നോക്കിയിട്ട് ഏകദേശം എത്ര കിലോമീറ്റർ കിട്ടിയാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ലോക്കൽ ഓടിയപ്പോൾ എത്ര കിലോമീറ്റർ കിട്ടി അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇനി പോകുന്ന വഴിയിൽ ഹൈവേയിൽ കയറിയതിന് ശേഷം ഈ പെട്രോൾ പഠിച്ചത് ഒരു ഹാഫ് ടാങ്ക് ഒക്കെ ആകാറാകുമ്പോൾ ഒന്നുകൂടെ ടാങ്ക് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ ഹൈവേയിൽ കിട്ടിയതും കൂടെ ഇപ്പം തൊട്ട് ഹൈവേ വരെ കിട്ടിയ, ഹൈവേയിലെല്ലാം ഓടി കിട്ടിയ ആ ഒരു മൈലേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നെക്സ്റ്റ് പ്ലാൻ. ബാംഗ്ലൂരിലോട്ടുള്ള യാത്ര 2 ദിവസമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഓടി ബാംഗ്ലൂർ പോയി എത്തണം എന്നുള്ള മൈൻഡിലാണ് ഇറങ്ങിയത്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ എത്തിയപ്പോൾ മടുത്തു. കോയമ്പത്തൂർ നമ്മൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ അടുത്ത് കോയമ്പത്തൂർ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് കോയമ്പത്തൂരിൽ നിന്ന് തിരിക്കുകയാണ്. ഇപ്പോൾ പെട്രോൾ ഏകദേശം ഒരു ഹാഫ് ടാങ്കിന് താഴെ വന്നു. വലിയ സീനില്ലാത്ത മൈലേജ് കിട്ടിയെന്നാണ് എനിക്കിത് ടാങ്ക് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും ഞാനിപ്പം ഒന്നുകൂടെ ബാക്ക് ടു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പമ്പിൽ കയറും. അപ്പോൾ ഇവിടെ നിന്ന് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഹാഫ് ടാങ്കിൽ എത്ര ഓടിയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ നാട്ടിലെക്കാട്ടിലും പെട്രോള് വില കുറവുമായിരിക്കണം. എത്രയാണോ ഇവിടെ 101 പെട്രോളിന് ഇപ്പോഴത്തെ വില. അപ്പോൾ അതും ഒരു മെച്ചമാണ്. അപ്പോൾ എന്തായാലും അടിച്ചു നോക്കാം. നമ്മളപ്പം ഒരു 101 രൂപയാണ് ഇവിടെ പെട്രോൾ വില. നമ്മുടെ ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിൽ 106. അപ്പോൾ 5 രൂപ ഒരു ലിറ്ററിൽ ലാഭം ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചുകൊണ്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക,
കുറച്ചിട്ടുണ്ട് ഇപ്പോൾ അത്രയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 25 ലിറ്റർ അടിച്ചിട്ടാണ് ഫസ്റ്റ് എടുത്തത്. അപ്പോൾ 17 ലിറ്റർ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് എത്ര മൈലേജ് കിട്ടി എന്ന് പറയാം. പിന്നെ നമുക്ക് ഈ ഓടിയ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൈലേജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റോഡാണെന്നാണ് പറഞ്ഞത്. കാരണം ഗിയറൊന്നും മാറേണ്ടി വന്നിട്ടില്ല. ഈ കോയമ്പത്തൂർ സ്റ്റേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട് നോർമലി ഓടുന്നതിനെക്കാളും. കാരണം ടൗണിൽ കയറിയപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക ഒരു സ്ലോയും അതുപോലെ ഗിയർ മാറേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. അത് കോയമ്പത്തൂർ കയറുന്നോടം വരെ ഗിയർ മാറേണ്ടി വന്നിട്ടില്ല. 4ാമത്തെ ഗിയറിൽ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഇതെന്തായാലും കോയമ്പത്തൂർ കയറിയതിൻ്റെ കുറച്ച് ടൗൺ റോഡിയായിട്ട് അറിയാനുണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് വണ്ടിയുടെ മൈലേജ് എത്രത്തോളം ഓടി എത്ര മൈലേജ് കിട്ടി എന്ന് പറയാം. ബിക്കോസ് എനിക്കൊരു ഗ്യാപ്പ് കിട്ടി. ഞാനൊരു സൈഡിലൊരു ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ അവിടെ വന്നിട്ട് ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ലോക്കൽ വണ്ടി എത്ര ഓടി, ലോക്കൽ കിലോമീറ്റേഴ്സ് നമ്മുടെ ലോക്കൽ ഏരിയയിൽ ഓടിയപ്പോൾ എത്ര മൈലേജ് വണ്ടി കിട്ടിയെന്ന് പറയാം. അത് ഈ ഓട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെറുതായിട്ടും എവിടെയാണ് ഒരു കിലോമീറ്റർ അല്ലെ 2 കിലോമീറ്റർ പോകും, അല്ലെങ്കിൽ അവിടെ നിർത്തും. പിന്നെ അവിടുന്ന് പിന്നെ ഒരു 2 കിലോമീറ്റർ പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും, ഓഫ് ചെയ്യും. അങ്ങനെ ഫ്രീക്വൻ്റ്ലി പക്ക ലോക്കൽ ഓട്ടോ ആയിരുന്നു വണ്ടി ഓടിയത്. അപ്പോൾ ഈ ഓട്ടത്തിൽ കിട്ടിയ മൈലേജ് 16 ആണ്. അപ്പോൾ അത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള മൈലേജാണ്. 16 കിലോമീറ്റർ മൈലേജ് കിട്ടി. അപ്പോൾ അത് ലോക്കൽ ഓട്ടത്തിൽ കിട്ടിയതാണ്. ഇനി നമ്മുടെ എന്താ പറയുക, നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഹൈവേയിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ അടിച്ചിരുന്നു. നമ്മൾ കോയമ്പത്തൂർ വെച്ച് പെട്രോൾ അടിച്ചു. അപ്പോൾ അതിൽ കിട്ടിയ മൈലേജാണ് രണ്ടാമത് അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതുവരെ ഈ സ്പോട്ട് വരെ ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതുവരെ കിട്ടിയ മൈലേജ് 22 ആണ്. അപ്പോൾ അതും വളരെ ഇമ്പ്രസീവാണ്. കാരണം AC ഇട്ടിട്ടാണ് ഇടയ്ക്ക് വണ്ടി ഓടിച്ച് ചൂട് കാരണം. അപ്പോൾ എന്നാലും അത് ആ AC ഇട്ടത് വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല, മൈലേജിൽ അങ്ങനെ ബാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 22 കിലോമീറ്റർ മൈലേജ് കിട്ടി. അപ്പം അങ്ങനെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ മൈലേജിൻ്റെ കാര്യത്തിൽ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ വണ്ടി എടുത്തതും. കാരണം റസ്റ്റോ അങ്ങനെ ഒരു കാര്യങ്ങളും വണ്ടിയിലില്ല. അതുപോലെ തന്നെ എൻജിൻ ഭാഗമാണെങ്കിലും എല്ലാം വണ്ടി നീറ്റാണ്. അപ്പോൾ ആ ഒരു നീറ്റ്നെസ് ഉള്ളതിൻ്റെ ഒരു ഗുണമാണ് ഇവിടെ ഈ മൈലേജിൽ കിട്ടിയത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.